ഇതിലിപ്പോ എനിക്ക് അങ്ങനെ ക്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു കഥ ഉണ്ട്. ഭയങ്കര എന്താ പറയുക, നമുക്ക് നോവലത്ത് തോന്നില്ല ചില കഥകളോട്. അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു കഥ പക്ഷെ പറയുന്ന സമയത്തെ വയനാടിന്റെ എഴുത്തുകാരി എന്ന് പറയണോ തൃശ്ശൂരിന്റെ എഴുത്തുകാരി എന്ന് പറയണോ അതെന്ത് പറയുന്നത് നല്ലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു സ്ഥലവും ഈ അടുത്തുകൂടെ ഉണ്ടായി. ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തെ വിമർശനങ്ങൾ വന്നിരുന്നു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഒരു ക്ലാസ് മുറിക്കുള്ളിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സ്വന്തമായി ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ മനസ്സിൽ വന്നാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പുതുതായി ചെയ്യാമെന്ന്. അങ്ങനെ ചർച്ച വന്നപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചു, കേവലം പുതിയ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, പഠിക്കുന്ന ഒരാളും ജീവിക്കുന്ന ഒരാളും എല്ലാവരും വിദ്യാർത്ഥികൾ തന്നെയാണ്. കാരണം ഓരോ ദിവസവും നമ്മൾ അത്രത്തോളം പുതിയ അറിവുകൾ നേടുന്നുണ്ട്. അപ്പോൾ 80s 90s ഒക്കെ തൊട്ടിട്ടുള്ള, അതുപോലെ ഇപ്പൊ നിലവിലുള്ള ജെൻസി, ജെൻ ആൽഫ, അങ്ങനെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ട പല പരിപാടികളും പ്ലാൻ ചെയ്തു. പക്ഷെ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങണം എന്നുള്ളത് നമ്മുടെ മനസ്സിലേ ഇല്ലാത്തൊരു കാര്യമായിരുന്നു. ഇന്ന് ആദ്യമായിട്ടൊരു പോഡ്കാസ്റ്റ് എടുക്കുന്ന സമയത്ത് വളരെ സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട്. നമ്മുടെ സൂക്ക ടോക്സ് ഇത്രത്തോളം മുന്നിലേക്ക് പോകുന്നുണ്ടല്ലോ, എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുമല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസും കിട്ടുന്നുണ്ട്. ഇന്നത്തെ ആദ്യത്തെ പോഡ്കാസ്റ്റിൽ നമ്മോടൊപ്പം ഉള്ളത് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് മുൾവേലി പടർപ്പിലെ പ്രണയം എന്ന് പറയുന്ന ഒരു പുതിയ പുസ്തകം പ്രസിദ്ധീകരിച്ച് വയനാട് ജില്ലയിൽ താമസിക്കുന്ന, തൃശ്ശൂരാണ് സ്വന്തം സ്വദേശം, രമ്യ ടീച്ചറാണ്. രമ്യ ടീച്ചറെ ഏറെ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മുടെ ആദ്യത്തെ പോഡ്കാസ്റ്റിൽ ആദ്യത്തെ അതിഥിയായിട്ട് സ്വാഗതം ചെയ്യാണ്. രമ്യ ടീച്ചർ നമസ്കാരം. നമസ്കാരം. അപ്പോ അങ്ങനെ മുൾവേലി പടർപ്പിലെ പ്രണയത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഏകദേശം 4ാമത്തെ പുസ്തകം. 3 നോവലുകൾ എഴുതിയിട്ട്, അല്ല 2 നോവലുകളില്ലേ? അല്ല, 2 നോവലും ഒരു ചെറുകഥ സമാഹാരം. ആദ്യത്തെ ബുക്ക് ഓർമ്മയെഴുത്ത് എന്നുള്ള കാറ്റഗറിയാണ്. അങ്ങനെ ഈ ഒരു പുസ്തകത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. എന്ത് തോന്നുന്നു ഇങ്ങനെ തോന്നുന്നതെന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി കയറി വന്ന ഒരു മേഖലയുടെ എഴുത്ത്. കാരണം ചെറുതിലെ തൊട്ട് എഴുത്തും വായനയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഞാനായിരുന്നു. അനുഭവങ്ങളാണ് എഴുതാനായിട്ട് പഠിപ്പിച്ചതും മോട്ടിവേഷൻ നൽകിക്കൊണ്ടിരിക്കുന്നതും വായനക്കാരേറെ പ്രോത്സാഹനം തരുന്നുണ്ട്. പറഞ്ഞ പോലെ നമ്മുടെ ആദ്യത്തെ പോഡ്കാസ്റ്റ് കൂടിയാണ്. ഇപ്പൊ ഞങ്ങൾ ഇതിനുള്ള പേര് ഒപ്പം എന്നുള്ളതാണ്. ഇന്ന് നമ്മളുള്ളത് രമ്യ ടീച്ചറോടൊപ്പമാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാരൊപ്പം ഞങ്ങൾ ചേരണം, അവരെ പുറത്തേക്ക് എത്തിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ എന്താക്കാണ്, ഒപ്പത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. വളരെ സന്തോഷം. ഞാൻ ഈ മുൾവേലി പടർപ്പിൽ വേണേൽ വായിച്ചിട്ടുണ്ട്. അപ്പോ ഇത് വായിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ കംപ്ലീറ്റ് ഒരു ഗ്രാമത്തിലൂടെ നമ്മൾ പോകുന്ന രീതിക്കാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ഒരു മുത്രത്തിക്കര എന്ന് പറയുന്നത് ജനിച്ചുള്ള ഗ്രാമമാണ്, നമുക്ക് ഇതിന്റെ ആമുഖം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എന്താണ് ആ ഒരു ഗ്രാമത്തിനെടുത്ത് ചെറുകഥ എഴുതാന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്നത്? അത് വളരെ രസകരമായ കാര്യമാണ്. കാരണം ഞാൻ 2018 വയനാട്ടിലെത്തുന്നത്. അതുവരെ അങ്ങനെ ഒരു ഈ ഒരു പ്രദേശത്തെ പറ്റി അല്ലെങ്കിൽ ഗ്രാമത്തെ പറ്റി അങ്ങനെ ഒരു നമുക്ക് ഇങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. കാരണം എല്ലാവരും അറിയുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിൽ. വയനാട് എത്തിക്കഴിഞ്ഞ് എൻ്റെ അഡ്രസ്സ് കണ്ടപ്പോൾ കുറെ പേര് അതിങ്ങനെ ഒരു പരിഹാസ്യതയിൽ വായിക്കാൻ തുടങ്ങിയെന്ന് കണ്ടപ്പോൾ എന്തപ്പോൾ അതിൽ ഇത്ര അങ്ങനെ ഒരു ഇത് തോന്നാൻ കാരണം എന്ന് നോക്കുമ്പോൾ എല്ലാവരും വായിക്കുന്നത് മൂ എന്നുള്ളത് മൂത്രത്തിക്കര. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്കൊരു നമ്മുടെ പ്രദേശത്തെ അങ്ങനെ ഒരു ഇത് വരാൻ പാടില്ലല്ലോ. അങ്ങനെ പിന്നെ ഈ അടുത്തുകൂടെ ഉണ്ടായി. ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തെ വിമർശനങ്ങൾ വന്നിരുന്നു. വിമർശനം മീൻസ് പരിഹാസം ആയിട്ട്. അപ്പൊ എനിക്ക് തോന്നി അവിടുത്തെ ഒരു കഥ എഴുതിയ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഓർമ്മയിലുള്ള എന്റെ കുട്ടിക്കാലത്തെ കഥകളാണ്. അതാണ് വേറൊരു പ്രത്യേകത. അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതൊരു പഴമയിൽ നിന്നിട്ട് ഇപ്പം ഇത്രത്തോളം മാറി നിൽക്കുമ്പോ, ഇപ്പൊ നമ്മളൊക്കെ വായിക്കുമ്പോ നമ്മുടെ ഈ ഒരു ജനറേഷനിൽ ആ ഒരു ഗ്രാമത്തെ കുറിച്ചൊന്നും കണ്ടില്ല. വയനാട് ഒരു ഗ്രാമമാണല്ലോ. അപ്പൊ ഇപ്പൊ വായിക്കുന്ന സമയത്ത് ആ ഒരു ഗ്രാമവും എന്നെ ഏറ്റവും കൂടുതൽ നൊസ്റ്റാൾജിക് ആക്കിയത് അവിടുത്തെ പുഴയും നെടുന്തോട് ഒക്കെ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ട് തോന്നിയൊരു സാധനമായിരുന്നു. ഇവിടെ തന്നെ ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്തെ വയനാടിന്റെ എഴുത്തുകാരി എന്ന് പറയണോ തൃശ്ശൂരിന്റെ എഴുത്തുകാരി എന്ന് പറയണോ അതെന്ത് പറയുന്നത് നല്ലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു സ്ഥലവും ഇൻട്രൊഡക്ഷൻ തുടങ്ങിയ അവസ്ഥയിലേക്ക് എത്തി. ശരിക്കും എവിടുത്തെ എഴുത്തുകാരി എന്നാണ് ശരിക്കും പറയാൻ ഇഷ്ടം. അല്ല, നമ്മൾ ജനിച്ചു വളർന്ന നാടിനെ ഒരിക്കലും മറക്കില്ലല്ലോ. അപ്പൊ തൃശ്ശൂർ ജില്ലക്കാരിയാണ്, നിലവിൽ വയനാട്ടിലെ എഴുത്തുകാരി എന്ന് വേണമെങ്കിൽ പറയാം. നിലവിൽ വയനാട്ടിൽ എപ്പോഴാ നമുക്ക് തിരിച്ചു പോകേണ്ടി വരും അറിയില്ല. കേരളത്തിന്റെ എഴുത്തുകാരി പ്രശ്നം അവിടെ അവസാനിക്കും. ഇതില് നമ്മൾ വായിക്കുന്ന സമയത്തെ ഇതില്
എല്ലാ തരം കാര്യങ്ങളും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആ. അതായത് നമുക്ക് ഇതിനുള്ളിൽ ഞാൻ പ്രമോ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനുള്ളിൽ സമരങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഇതിനുള്ളിൽ നമുക്ക് പ്രണയമുണ്ട്, ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന അവസ്ഥകളുണ്ട്, പ്രവാസികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും ഒരു അത്രയും ഓർമ്മകൾ ഉണ്ടാവില്ല നമ്മൾ ജനിച്ച സ്ഥലത്തെ കുറിച്ച്. അതിനെ ഈ ഒരു ചെറുകഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി നല്ല പാടുപെട്ടോ? എങ്ങനെയായിരുന്നു ഇത്ര എങ്ങനെ സെലക്റ്റീവ് ആയിട്ട് ചെയ്തത്? എങ്ങനെയായിരുന്നു? അതിന് എല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അതിന്റെ ഒരു വിഷമം ഉണ്ടാക്കുന്നതാണ്. പെട്ടെന്ന് എഴുതി തീർക്കേണ്ടി വന്നു. ഇതിന് കുറച്ച് പേരുടെ സഹായം കൂടി ഉണ്ടായി. കാരണം എൻ്റെ ഒരു ഓർമ്മയിലുള്ള ഒരു 3-3.5 വയസ്സാണ് എന്ന് പറഞ്ഞാൽ എത്രയോ വർഷം പുറകില്. ഇപ്പൊ ഞാൻ 40കളിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു വർഷത്തെ അനുഭവം വെച്ച് പിന്നെ ഞങ്ങള് വീട് മാറിയെങ്കിലും ഇതിപ്പോ മമ്മിയുടെ വീട് സ്ഥലമാണ് അവിടെ. അവിടുന്ന് വീട് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മാറി. പക്ഷെ എനിക്ക് എപ്പോഴും അറ്റാച്ച്മെന്റ് കൂടുതൽ. ഒരു ശനി ഞായർ ഉണ്ടെങ്കിൽ, ഒരു വെക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്തുക മമ്മിയുടെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ കാരണം പപ്പ നാട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു അറ്റാച്ച്മെന്റ് അമ്മ വീട്ടുകാരുമായിട്ട് നല്ലൊരു കണക്ഷൻ ആയിരുന്നു. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ അറിയും. അറിയാത്തവരില്ലാന്ന് പറഞ്ഞ പോലെ ഇത് ഞാൻ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ട്. മുറികളുടെ ഒരു വലിയ ലോകമാണ്, വിസ്മയ ലോകമാണ്. പടിഞ്ഞാട്ട് മുറി, കിഴക്ക് മുറി, തെക്ക് മുറി അങ്ങനെ അറിയപ്പെടുക. പടിഞ്ഞാട്ട് മുറിയിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഓർമ്മകളാണ് വെച്ചിട്ടാണ്. അപ്പൊ ഇതിന് കുറച്ച് പേര് പറഞ്ഞു വന്നതാണ്, കുറച്ച് പേര് ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് പേര് അവിടെ കണക്ട് ചെയ്തു. റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അവിടുത്തെ ഇപ്പോഴത്തെ നാട്ടുകാരായിക്കോട്ടെ, നിലവിൽ അവിടെ താമസിക്കുന്നവര്. അപ്പൊ അവരുടെയും കൂടെ ആ ഒരു എന്റെ ഓർമ്മയെ ഒന്ന് പുതുക്കി തരാൻ അവരും കൂടെ സഹായിച്ചിട്ടുണ്ട്. ഇതിലിപ്പോ എനിക്ക് ക്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു കഥ ഉണ്ട്. ഭയങ്കര എന്താ പറയുക, നമുക്ക് നോവനത്ത് തോന്നില്ല ചില കഥകളോട്. അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു കഥ ഉണ്ട്. ഒരു പട്ടിക്കുട്ടീനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അതിനെ ബസ് കയറ്റി തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോ നമുക്ക് സമാധാനം. ഓ, ബസ്സിനെ പട്ടി ചാടിയില്ലല്ലോ, പട്ടി പ്രശ്നമുണ്ടാക്കിയില്ലല്ലോ. അങ്ങനെ ഒരു കഥ കാണുന്നില്ല. ശരിക്കും എഴുത്തുകാരിയാണോ പട്ടിക്കുട്ടിയെ കൊണ്ടുവന്നത്? അതെ, അതാ എഴുതുന്ന സാധനം നമുക്ക് മനസ്സിലാക്കി തന്നെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആ എഴുതുമ്പോ പോലും ഒരു ടെൻഷൻ, നമുക്ക് വായിക്കുമ്പോ ടെൻഷൻ. കാരണം ഒരു ചാക്കിയിട്ടല്ല പട്ടിയെ കൊണ്ടുപോകുന്നത്. കവറിലിട്ട് പട്ടിയെ കൊണ്ടുപോകുന്നത് ബസ്സിലാണ് കൊണ്ടുപോകുന്നത്. കോൺഫിഡൻസ് കൂടി നമ്മൾ ആലോചിക്കണം. എന്നിട്ട് അത് ഒരു ആളെ മടിയിലേക്ക് അയച്ചു കൊടുക്കുക. എന്താ ചെയ്യുക സംഭവം? അത് ഉണ്ടായത് തന്നെയാണ്, ഉള്ള സംഭവമാണ്. എനിക്ക് പറഞ്ഞ പോലെ പേടിയാണ്. എനിക്ക് പേടിയാണ് പറഞ്ഞ പോലെ. അമ്മൂമ്മ അത് ബാഗിലേക്ക് കവറിലേക്ക് പിടിച്ചു തന്നു. ഞാനിതിനെ പേടിച്ച് കൊണ്ടുപോകുന്നത്. പക്ഷെ അവിടെ ഓട്ട് കമ്പനി ഉണ്ട്. ആ സമയത്ത് ബസ് നമ്മൾ സ്റ്റെപ്പിലൊക്കെ നിന്നിട്ടാണ് കയറുന്നത്. അപ്പൊ ഒരു ചേച്ചിക്ക് ദയവ് തോന്നിയിട്ട് മോളെ കൊണ്ട് കയറി നിൽക്കുക, അല്ലെങ്കിൽ വീഴും. അന്ന് ഡോറൊന്നും ഇല്ലേ ബസ്സിന്. അപ്പൊ കയറി നിന്ന് കഴിഞ്ഞപ്പോ ചേച്ചി പാവം ഒരു കവർ വാങ്ങി പിടിച്ചു. അപ്പൊ എന്നിട്ട് ആളുടെ ബാഗ് അതിന്റെ മീതെ വെക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു, ചേച്ചി അതില് ജീവനുള്ള വസ്തുവാണെന്ന് പറഞ്ഞോണ്ട് കൂടി ആളെ കാണിച്ചു. അപ്പൊ വീട്ടില് ചെന്നിട്ടും അത് അവിടെ എത്ര വരെ ഒരു സമാധാനം ഉണ്ടായില്ല. ഇതിന് ഹൃദയമിടിപ്പ് ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. വീട്ടിൽ ചെന്ന് ഇത് കൊണ്ടുവച്ച സമയത്ത് അവിടെയുള്ളവർക്ക് ആർക്കും ഇഷ്ടമില്ല. എന്നിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് കൊടുക്കുക ചെയ്തു. വളർത്തിട്ട് അത് ഇതിലിപ്പോ നമ്മുടെ ബെന്യാമൻ പറയുന്നുണ്ട്, നമ്മുടെ ആടുജീവിതത്തിൽ പറയുന്നുണ്ട്, നമ്മള് എവിടേക്കോ സ്പർശിച്ചു പോകുന്നുണ്ടാവും. എന്തൊരു എഴുത്ത് എഴുതുണ്ടെങ്കിലും അതിൽ നമ്മളുണ്ടാവും. അപ്പൊ അതുപോലെ ഞാൻ എവിടേക്കോ ഉണ്ട് ഇതില്. എന്റെ കഥയല്ല, ഇപ്പൊ എല്ലാവരും മുഴുവേലി പടപ്പിലെ പ്രണയം എന്നുള്ളത്, ഈ പ്രണയം എന്നുള്ളത് ഞാനും ദ്രവിഡും തമ്മിലുള്ള കഥയാണ്. ഞങ്ങളൊന്ന് കണ്ടുമുട്ടിയിട്ട് പോലും ഇല്ല. അത് അവര് കിഴക്കുമുറി എന്നുള്ള ഭാഗത്താണ്. അവിടെ അധികം അവിടെ തറവാടാണുള്ളത്. ആ ഒറ്റ വീട് അവിടെ അറിയുള്ളൂ. അതുകൊണ്ട് ആ ഒരു മേഖലയായിട്ടുള്ള ഇതല്ല ഇത്. ഈ പ്രണയം എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല. അത് നമ്മള് ഫിക്ഷൻ പോലെ ഒരു ഇമാജിനേഷനിൽ നിന്ന് വന്നിട്ടുള്ള നെടുന്നോടുമായിട്ട് കണക്ട് ചെയ്യാം. ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് രമ്യ ടീച്ചർ എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് എഴുത്തിലൊക്കെ കാണാൻ സാധിക്കും രമ്യ അക്ഷരം എന്നുള്ളത്. അപ്പൊ രമ്യ അക്ഷരം എന്നുള്ള തൂലികാനാമായിട്ട് സ്വീകരിച്ചാണോ, അല്ലെങ്കിൽ രമ്യ അക്ഷരത്തിലേക്കുള്ളൊരു അക്ഷരം എന്നുള്ളതിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ്? അക്ഷര വീട് വയനാട്ടിൽ വന്നിട്ട് വീടിനൊരു പേരിടണമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറെ തെരഞ്ഞു നോക്കുമ്പോ രണ്ടുപേരും ടീച്ചേഴ്സാണ്, മക്കളും പഠിക്കുകയാണ്. അപ്പൊ എന്തായാലും അക്ഷരമായിട്ട് ആജീവനാന്തം ബന്ധമുള്ള ഒരു മേഖലയാണ് വീടിന്റെ പേര് അക്ഷരം. പിന്നെ പൊതുവില് നമ്മള് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ വാലായിട്ട് ഹസ്ബൻഡിന്റെ പേരിടും, പേര് മാറ്റലും ഇതൊക്കെ. അപ്പൊ രമ്യ ഒഫീഷ്യലി ഇപ്പോഴും അച്ഛന്റെ പേര് തന്നെയാണ്, പപ്പയുടെ പേരാണ് രമ്യ രവികുമാർ. നമ്മൾ ഈ രമ്യ ടീച്ചർ എല്ലാ പുസ്തകത്തിലേക്ക് നോക്കുമ്പോഴേ ആദ്യം ആർക്കും വേണ്ടാത്തവർ, അത് കഴിഞ്ഞിട്ട് മഴയിൽ നനയാത്ത കടലാസ് തോന്നി, അത് കഴിഞ്ഞിട്ട് പെയ്തൊഴിയാതെ ഇപ്പൊ മുൾവേലി പടർപ്പിലെ പ്രണയം. അതിൽ എല്ലാത്തിലും ഒരു സ്ത്രീ കഥാപാത്രം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഈ ഒരു സ്ത്രീ കഥാപാത്രത്തെ മെയിൻ ആയിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് നോവലുകൾ എഴുതാം എന്നുള്ളൊരു തോന്നൽ വന്നത്?
അത് എന്താ പറയാ, അത് പറയുമ്പോ ഇമോഷണൽ ആയി പോകും. ഞാൻ വളർന്നു വന്ന വീട് എന്ന് പറഞ്ഞ മുഴുവനും പെൺകുട്ടികളും സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ്. അവിടെ പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു ആൺ മേധാവിത്വം ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. മാത്രമല്ല കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോ അവിടെ ആൺപടകളാണ്. അവിടെ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടില്ല. അമ്മ മാത്രമേ ഉള്ളൂ ഒരു സ്ത്രീയായിട്ട്. പിന്നെ ചേച്ചിമാര് കല്യാണം കഴിഞ്ഞ് വന്നവരെ എന്നെ പോലെ. അപ്പൊ സത്യത്തില് എനിക്ക് ഒരു എന്താ പറയാ സൈക്കോളജിക്കൽ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആണുങ്ങളെ അറിയില്ല സത്യത്തില്. എന്താണ് പുരുഷ മേധാവിത്വം അല്ലെങ്കിൽ പുരുഷത്വം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് അറിയില്ല. റിയലി ആയിട്ട് ഇപ്പൊ രണ്ട് മക്കളും ആൺമക്കളാണ്. ഇവരെ എങ്ങനെയൊക്കെ നമ്മൾ പാമ്പറിങ് കൊടുക്കാം എന്നുള്ളതൊന്നും എനിക്ക് അങ്ങനെ വലിയ ഒരു അറിവുള്ള ആളല്ല. കാരണം ജനിച്ചു വളർന്നപ്പോ തൊട്ട് ഇതാണ്. മാത്രമല്ല പല മേഖലകൾ വീട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ എവിടെയായാലും സ്ത്രീകൾ എപ്പോഴും പുറകിൽ തന്നെയാണ്. ഉം. അവിടെ നമുക്കൊരു ഫെമിനിസം ഒന്നും കൊണ്ടുവന്നിട്ടൊന്നും വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. പലയിടത്തും നമുക്ക് കഴിവുകളില്ല എന്നല്ല, പക്ഷെ എവിടെയൊക്കെയോ നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായി വരുമ്പോൾ അവിടെ സ്ത്രീ പലപ്പോഴും തഴയപ്പെടുന്നുണ്ടോ എന്നൊരു ചോദ്യം ഇല്ലായിരിക്കും. അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്ക് പിന്നെ പെൺകുട്ടികളാണ് കൂടുതൽ ഇഷ്ടം. രണ്ട് ആൺമക്കളാണ്. പക്ഷെ നമ്മളത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പോ നമുക്ക് കിട്ടാതെ എനിക്ക് ഞാൻ വിചാരിച്ച പോലെ ഒരു മാലാഖയായിട്ട് ഒരു ബട്ടർഫ്ലൈ ആയിട്ടൊന്നും അല്ല ഞാൻ വളർന്നേക്കുന്നത്. അപ്പൊ അത് നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ നമുക്ക് ഇനിയിപ്പോ ക്ലാസ് മുറിക്കകത്തായിക്കോട്ടെ എവിടെ ആയാലും ആ ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുത്ത അറ്റ്ലീസ്റ്റ് എന്റെ പുസ്തകത്തിലെങ്കിലും അതൊന്ന് വരുത്തി എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു മെയിൻ. ആ ഒരു അങ്ങനെ ഒരു സ്ത്രീയെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് മാത്രമല്ല എല്ലാ കഥാപാത്രങ്ങളും വന്നു പോകുന്നുണ്ട്. പക്ഷെ അതിലൊരു ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എല്ലാ നോവലുകളും ഒരു സ്ത്രീയാണ്. അപ്പൊ അത് വായിച്ച വായനക്കാർ ശ്രദ്ധിച്ചതായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ പറഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും അത് കുറെ പേര് വായിക്കാൻ വീണ്ടും ഇഷ്ടപ്പെടുന്നത് ഈ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് പല സ്ത്രീകളും. കാരണം ടീച്ചർ ബുക്ക് വായിക്കുമ്പോൾ ടീച്ചർ എഴുത്ത് വായിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് കൂടുന്നുണ്ട്, അല്ലെങ്കിൽ സ്ത്രീയോട് കുറച്ചും കൂടി ഇഷ്ടം തോന്നുന്നു. നമ്മളെപ്പോഴും നമ്മളെ തന്നെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ. അപ്പൊ നമ്മളെ തന്നെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ ഒരു വഴി കാണിച്ചു തരുന്നുണ്ട് എന്റെ ബുക്കിന്റെ വായനകളിലൂടെ എഴുത്തുകൾ. എങ്ങനെയാണ് അപ്പൊ ഈ പുസ്തകങ്ങളെ പുരുഷ വിഭാഗത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ മറ്റ് ജെൻഡറുകളിൽപ്പെട്ട ആൾക്കാർ വായിച്ചിട്ട് ഇതിന്റെ അഭിപ്രായമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു? മറ്റേതില് അങ്ങനെ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ചു പേരൊക്കെ വായനയോട് ഇഷ്ടമുള്ളത് പെയ്തൊഴിയാതെയാണ് കേട്ടോ. ഇത് അങ്ങനെ ആരും പറഞ്ഞ ഇതായിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ നമ്മളിത് തെറ്റുകൾ എഴുതി വെക്കാൻ പാടില്ല. അപ്പോ പുരുഷന്മാരെ കാര്യമായിട്ട് അറിയാത്ത ഞാൻ അതൊരു പുരുഷ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റായി മാറുമോ എന്നുള്ളത് കൊണ്ട് പിന്നെ ഇവരൊന്നും ആശ്രയിക്കാറില്ല. ഇത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് വായിക്കാൻ കൊടുക്കുമെന്നല്ലാതെ അങ്ങനെ ഇത് ശരിയോ തെറ്റോ എന്നുള്ളതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഇതില് എനിക്ക് തോന്നുന്നു എല്ലാ കഥകളും വായിക്കുന്ന സമയത്തെ ഈ മുൾവേലി പടത്തിലും പ്രണയത്തിലും ഓരോ കഥ വായിക്കുന്ന സമയത്തും അതിൽ എല്ലാ കഥയിലും ഓരോ ചോദ്യങ്ങളുണ്ട്. അത് ഞാൻ ഭയങ്കര ശ്രദ്ധിച്ചു. അതിൽ മനസ്സിൽ തങ്ങിയിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഒന്ന് ഇതാണ്, ചില സ്നേഹബന്ധങ്ങൾ ബിരിയാണിയുടെ സ്വാദിനേക്കാൾ അപ്പുറമാണ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് നിന്റെ ജീവനായിരുന്നല്ല നെടുന്തോടും നീന്തലും. അങ്ങനെ ഏതെങ്കിലും ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഭയങ്കര നമുക്ക് തോന്നും ശരിയല്ലേ, അത് വായനക്കാർക്ക് അങ്ങനെ അത് മനഃപൂർവ്വമായിട്ട് സംഭവിച്ചാണല്ലോ സ്വാഭാവികമായിട്ട് വന്നുപോയതാണ്. അത് ഒന്ന് വായനക്കാരിലേക്ക് ഒരു ചോദ്യമായിട്ട് തന്നിരിക്കുന്നതാണ്. അങ്ങനെയാണോ? അത് പലർക്കും പല ടേസ്റ്റ് ആണല്ലോ. അപ്പൊ അത് നിങ്ങൾക്ക് ഇട്ട് തന്നിരിക്കുന്ന പോലെ ഉള്ള ഒരു കാര്യമാണ്. ഇതില് ഓരോ കഥകളും ഓരോ സന്ദർഭങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മളിങ്ങനെ ചിന്തിച്ചു പോകുന്ന സന്ദർഭങ്ങളാണ്. ഇപ്പം അതിൽ ചെറിയ പരാമർശങ്ങള് കിണറ്റിലിറങ്ങുന്നവരുണ്ടോ അവിടെ സ്ഥലം, അങ്ങനെ ഒരു പരാമർശം. അപ്പം മൊത്തത്തില് രസകരമായ ഒരു ഗ്രാമമായിരിക്കും. എങ്ങനെയായിരുന്നു ആ ഗ്രാമത്തിലെ ജീവിതം? ഇതിന്റെ അപ്പുറത്തേക്ക് ഈ പുസ്തകത്തിനപ്പുറത്തേക്ക് എങ്ങനെയായിരുന്നു അവിടുത്തെ ജീവിതം? വളരെ എന്താ പറയാ നിഷ്കളങ്കരായിട്ടുള്ള ഗ്രാമവാസികൾ തന്നെയാണ്. അതായത് അത്ര വലിയ ആളുകളോ ഇതൊന്നും ഇല്ലാണ്ട് സാധാരണ ജനങ്ങൾ കൂലിപ്പണിയെടുത്തും സാധാരണ പണികൾക്കൊക്കെ പോയിട്ടുള്ള ഒരു ഇത്. പിന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ജാതി മത പ്രത്യേകതകളൊന്നും ഉണ്ടായിരുന്നില്ല. മുസ്ലിം വിഭാഗം തീരെ ഇല്ല എന്ന് തന്നെ പറയും. ഞങ്ങൾ അങ്ങനെ കണ്ടു വളർന്നിട്ടേ ഇല്ല. ഇവിടെ വയനാട് എത്തിയപ്പോഴാണ് അതൊരു പുതുമയായിട്ട പല ചടങ്ങുകളും. ക്രിസ്ത്യൻ, ഹിന്ദു, ഞാനിപ്പോ ജാതി മതം എടുത്ത് പറയല്ല, പക്ഷെ എല്ലാവരും ഒത്തൊരുമയോടെ പോകുന്ന അത് ഞാൻ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. ഒറ്റക്കമാനമായിട്ടുള്ള പെരുന്നാളിനും അവിടെ ഷഷ്ടി നടക്കുന്നതിനും ഒരു ഭാഗത്ത്
പെരുന്നാളിന്റെ കമാനം അതോട് ചേർന്ന് ഇപ്പുറത്ത് ഷഷ്ടി നടക്കുന്നത്. അപ്പൊ അത്രയും ഒരു ഐക്യം ഉള്ള ഒരു ഗ്രാമം തന്നെയാണ്. ഇതിലൊന്ന് കാണാണ്ടായ വിജയൻ പിന്നെ തിരിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല, അത് ഞാൻ ഈ അടുത്ത് അറിഞ്ഞ ഒരു വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഇതുവരെ അത് സാധിച്ചില്ല. അവിടെ അതൊരു പരാജയം തന്നെയാണ്. കഥയില് പറയുന്ന പോലെ നഷ്ടപ്പെട്ടുള്ള വിജയനെ പിന്നീട് ഒരിക്കലും ഇല്ല, ആ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. പറ്റിയിട്ടില്ല. അമ്മ മരിച്ചപ്പോ പോലും അത് എവിടെ പോയി, എന്താണ് ആ കേസ്, എന്തായിരുന്നു വിജയന്റെ കുടുംബത്തിൽ ഒറ്റ മോനായിരുന്നു. അമ്മയ്ക്ക് ഒറ്റ മകനേ ഉള്ളൂ. അപ്പൊ അത് എന്താന്നുള്ളത് അറിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം. ഇത് അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞപ്പോ ഞാനും ഒരു നിമിഷം അയ്യോ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ അവിടെ എന്ന് വെച്ചാൽ എന്റെ കുട്ടിക്കാലാണ് ഇതിന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്. കിട്ടിയ ഈ സംഭവം എനിക്ക് അറിയണ്ടായിരുന്നില്ല, ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പൊ കേട്ടപ്പോ എന്തായാലും അതിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കഥയാണെന്ന് മനസ്സിലായി. അങ്ങനെ ഇതിലിപ്പോ നമ്മളും പണ്ടേ ഈ ടി വി കാണുന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്, ടി വിയിലുള്ള കഥാപാത്രങ്ങള് പുറത്തേക്ക് ഇറങ്ങി വരുമോ, നമുക്ക് ടി വി ഉള്ളിലേക്ക് കയറി പോകാൻ പറ്റുമോ എന്നുള്ള സാധനം. മോഹൻലാൽ ടി വി കാണുമ്പോ ഒന്ന് ഇറങ്ങി വന്നിട്ട് ഷെയ്ക്കാൻ കൊടുക്കായിരുന്നു, എന്തിനാ അയാൾ ഫുൾ ടൈം ഇതിനുള്ളിൽ ഇരിക്കുന്നേ എന്നുള്ള സാധനങ്ങൾ നമ്മളും കുട്ടിക്കാലത്ത് ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറയുമ്പോൾ ബുക്കിൽ ആവിഷ്കരിക്കുന്ന പുതിയൊരു അനുഭവമാണ്. നമ്മൾ ജനിച്ചപ്പോൾ ടി വി കണ്ടിട്ടുണ്ട്, എന്നിട്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷെ സിലിക്കോൺ എന്ന് വന്നിട്ടുള്ള ഒരാള് വേണ്ടി വന്നു നിങ്ങൾക്ക് ടി വി കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും ആ ഒരു അനുഭവം വളരെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു കുടുംബം തന്നെയായിരുന്നു. ഭാഗ്യവശാൽ അത് എന്റെ വീട്ടുകാരുമായിട്ട് നല്ല കണക്ഷനുമായി. അങ്ങനെ നല്ല കുറെ ബന്ധങ്ങൾ മാത്രമല്ല, അവിടെ സ്ത്രീകളുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. അവരുടെ സ്വന്തം കാലില് നിൽക്കാൻ പ്രാണിയുള്ള നാടിനെ മൊത്തം എത്തിക്കാനായിട്ട് അവര് ശ്രമിക്കുന്ന ആ മനസ്സും വേണല്ലോ. അവിടെ അങ്ങനെയാണ് അവരുടെ ജീവിതം. അവർക്ക് ശരിക്കും പറഞ്ഞ അവിടെ ഇന്നത്തെ കാലത്തൊക്കെ അത് കോമൺ ആണ്, അവനവൻ പണിയെടുത്തു. പക്ഷെ അവിടെ അത് ഇന്ന് മറ്റു തയ്യൽക്കാരിനെ അല്ലെങ്കിൽ തയ്യൽക്കാരനെ കണ്ടിട്ട് ചിലപ്പോ പൂർവികന്മാരിലേക്ക് പോയി കഴിഞ്ഞാൽ സിലിക്കോൺകാരെടുത്ത് പഠിച്ചിട്ടുള്ള. ഇപ്പൊ ഈ അടുത്ത് ഞാൻ കണ്ടു, ഞാൻ ഈ കഴിഞ്ഞ ഓണത്തിന് ഒന്ന് വിസിറ്റ് ചെയ്തു അവിടെ. അപ്പൊ ഒരുപാട് മാറ്റം ഉണ്ട്. അവിടുത്തെ ഒരു ചേച്ചിയെ കണ്ടു, സംസാരിച്ചു. ചേച്ചിക്ക് അങ്ങനെ ഓർമ്മ വരുന്നില്ല, കുറച്ച് പ്രായമൊക്കെ ആയതിന്റെ ഒരു ഒറ്റയ്ക്കാണ്. അപ്പൊ വേറൊരു കുടുംബം അവിടെയുണ്ട്. അവിടുത്തെ ഒരു സതീശൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ വഴി കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ കുറെ കാര്യങ്ങളും കൂടെ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റി. നോവൽ എഴുതുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ഭാവനകൾ ഒക്കെ എനിക്ക് വരിക. പക്ഷെ ഇതെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഭാവനയിൽ യാഥാർത്ഥ്യം എഴുതുമ്പോണ്ടായ ഒരു മാറ്റം എങ്ങനെ ഉണ്ടാവും? അത് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഈ ഒരു ബുക്കിൽ നിന്ന് പെട്ടെന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റി. എഴുതി കഴിഞ്ഞ് പ്രിന്റിങ്ങിന് വിട്ടോടുകൂടെ ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങും.